എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. 6:30 കൊടിമരച്ചുവട്ടിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവനും തമിഴ്നാട് ദേവസ്വം മന്ത്രി പി കെ ശേഖർ ബാബുവും അടങ്ങുന്ന സംഘം തിരുവാഭരണ ഘോഷയാത്ര സംഘത്തെ സ്വീകരിക്കുക. അതിനുശേഷം 6:30 ദീപാരാധനയും നടക്കും. നമുക്കൊപ്പം ശ്രീ വിനോദ് കുമാർ തുടരുന്നുണ്ട്. ശ്രീ വിനോദ് കുമാർ, 18ാം പടിയുടെ പ്രത്യേകത, ഓരോ പടിക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അതിൽ ആദ്യ 5 പടികൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയാം. സ്വാമിയെ ശരണമയ്യപ്പ. 18ാം പടി എന്ന് പറയുന്നത് ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ വിഗ്രഹത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ തുല്യ പ്രാധാന്യമുള്ളതാണ് 18ാം പടി. കാരണം 18ാം പടി എന്ന് പറയുന്നത് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 18 പടികൾ, ആദ്യത്തെ 5 പടികൾ പഞ്ചേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു. പിന്നീടുള്ള 3 പടികൾ സത്വ രജോ തമോ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. പിന്നീടുള്ളത് അഷ്ടരാഗങ്ങളെ, കാമക്രോധ ലോഭ മോഹ മദം മാത്സര്യം ഡംബ് അഹങ്കാരം എന്നിങ്ങനെയുള്ള അഷ്ടരാഗങ്ങളെ സൂചിപ്പിക്കുന്നു. അതിനുശേഷമുള്ള 17ാം പടി അവിദ്യയെയും 18ാം പടി വിദ്യയെയും സൂചിപ്പിക്കുന്നു. അപ്പോ ഒരു മനുഷ്യന് നമ്മുടെ ആർഷഭാരത സംസ്കാരം എന്ന് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയട്ടെ, സംസ്കാരം നമുക്ക് നമ്മുടെ ജനതയ്ക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ വസ്തുതകളൊക്കെ കഴിഞ്ഞ് വിദ്യയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഭഗവത് ദർശനത്തിന്, ഭഗവാന്റെ ദർശനം എന്ന് പറയുന്നത് നമ്മൾ ഭൗതികമായി കണ്ണുകൊണ്ട് കാണുന്ന ആ ദർശനം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിലുപരിയുള്ള ഒരു ദർശനമാണ്. ഭഗവാനിലേക്ക് നമ്മൾ പരമപദത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ 18 വസ്തുതകളും കൂടി കടന്ന് അവിദ്യയും കടന്ന് വിദ്യ അനുസരിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ. അതുമാത്രമല്ല, ഈ 18ാം പടിയെ ശരീരമായിട്ടും കാണാറുണ്ട്. ശരീരമായി കാണുന്ന സമയത്ത് അതിന്റെ 16 യോഗസ്ഥാനങ്ങൾ മനുഷ്യന്റെ ശരീരത്തിലുണ്ട് എന്നാണ് യോഗശാസ്ത്രം പറഞ്ഞത്. ആ 16 യോഗസ്ഥാനങ്ങളും ഇടാപിംഗള നാഡിയും ഒക്കെ ചേരുമ്പോൾ 18 ആവുന്നു. അങ്ങനെ 18ാം പടി ആവുന്നു. പിന്നെ നമുക്ക് പഠിച്ചിരിക്കേണ്ട 18 പുരാണങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 18 പുരാണങ്ങളുണ്ട്. ആ 18 എന്ന പ്രാധാന്യം ഇവിടെയും നമ്മൾ അനുവർത്തിച്ച് പോരുന്നുണ്ട്. കൂടാതെ മഹാഭാരത യുദ്ധം നടന്നത് 18 ദിവസങ്ങളാണ്. മഹാഭാരതത്തിലുള്ള പർവ്വങ്ങളുടെ അധ്യായങ്ങളുടെ എണ്ണം 18 ആണ്. അങ്ങനെ 18 എന്ന പദത്തിന്, 18 എന്ന സംഖ്യക്ക് നമ്മുടെ പുരാണത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 18 വികാരങ്ങളും 18 വസ്തുതകളും കടന്ന് നമ്മളൊരു പരിപൂർണ യോഗ്യനായ ഒരു വ്യക്തിയായി ഭക്തനായി എത്തുമ്പോൾ മാത്രമേ തത്വമസി എന്ന ആ ഒരു പദത്തിന് നമ്മൾ അർഹതാവുന്നുള്ളൂ. ആ അർഹത നേടണമെങ്കിൽ ഇതൊക്കെ നമ്മൾ അനുവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു വിവക്ഷ കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആചാര അനുഷ്ഠാനങ്ങൾ ഇപ്പോൾ പല സ്ഥലത്തും ചില രീതിയിൽ നമുക്ക് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞ രീതിയിൽ അനുഷ്ഠിച്ച് കാണുന്നില്ല. അതുകൊണ്ട് ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന വസ്തുതയും കൂടി ചിന്തിക്കേണ്ടതാണ്. എങ്കിലും ഏത് ദേശത്തായാലും ഏത് കാലത്തിലായാലും ഈ 18ാം പടി അതിന്റെ പരിശുദ്ധിയോടുകൂടി, സത്യമായ പൊന്നു 18ാം പടി എന്നാണ് പറയുന്നത്. പൊന്നു എന്ന് പറഞ്ഞ് പൊന്നു പൊതിഞ്ഞുകൊണ്ട് മാത്രമല്ല, അതിന്റെ പ്രാധാന്യത്തെ കൂടി അതിൽ നമ്മൾ അർത്ഥഗർഭമായിരിക്കുന്നു. അപ്പോൾ ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് 18 പടികളുടെ തത്വങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് ഞാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് പരിവർത്തനം ചെയ്യപ്പെടേണ്ടതെന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ പടി കയറി അവിദ്യയും വിദ്യയും കടന്ന് ആ ഒരു ശ്രീകോവിലിന് മുമ്പിൽ എത്തുമ്പോഴാണ് തത്വമസി എന്ന പദത്തിന് നമ്മൾ അർഹരാകുന്നുള്ളൂ. ഭഗവത് പദത്തിന് നമ്മൾ അർഹരാകുന്നു. ഭഗവാനും ഭക്തനും ഞാനും നീയും ഒന്നാകുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ആ ഒരു കാര്യം ഉൾക്കൊള്ളുകൊണ്ട് നമ്മൾ വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നിത്യജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്കത് ആ ഒരു പദത്തിന് അർഹരാകുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു അവിശ്വാസികളും കൂടി സന്നിധാനത്ത് എത്തുന്നുണ്ട് എന്ന്. എൻ്റെ ഒരു സുഹൃത്തിന്റെ കൂടി അനുഭവം പറയുകയാണെങ്കിൽ, അദ്ദേഹം അവിശ്വാസിയാണോ വിശ്വാസിയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എനിക്കിതേ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ശബരിമലക്ക് പോകുന്നത് 2 കാര്യങ്ങൾക്ക് മാത്രമാണ്. 1 അരവണ പായസം കുടിക്കാനും, 2 ഹരിവരാസനം കേൾക്കാനും. ഈ 2 കാര്യം മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ. തത്വങ്ങളൊന്നും അറിയില്ല. പക്ഷെ അദ്ദേഹം ഒരുപാട് വർഷങ്ങളായി കൃത്യമായി ശബരിമലക്ക് പോകുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് ഈ ഹരിവരാസനം എന്ന കീർത്തനം ഉണ്ടാക്കിയ 366 അക്ഷരങ്ങൾ ചേർത്തിട്ടാണ്. നമുക്കറിയാം ഹരിവരാസനം വിശ്വമോഹനം എന്നൊരു വരി നോക്കിയാൽ 11 അക്ഷരങ്ങളുണ്ട്. ഈ 11 അക്ഷരങ്ങൾ 4 കൂട്ടങ്ങൾ
11 ഗുണിക്കണം 4 44. അങ്ങനെ 8 ഖണ്ഡങ്ങളുണ്ട്. 352 അക്ഷരങ്ങൾ വരും. ഈ 352 അക്ഷരങ്ങൾ കൂടെ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്ന അക്ഷരങ്ങൾ കൂടിയാൽ 366 അക്ഷരം. 366 എന്നത് ഒരു വർഷത്തിലെ 365 ദിവസത്തെ രൂപമാക്കിയതാണ്. അല്ലെങ്കിൽ 365 വർഷത്തെ റൗണ്ട് ചെയ്തതാണ് 366. ആ 366 ദിവസങ്ങളും നമ്മൾ ഈ തത്വങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് ജീവിതം നയിക്കണം എന്നാണ് ഇതിന്റെ തത്വം. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞത് അരവണ പായസം നമ്മൾ ടിന്നിലടച്ച് ഈ ആധുനിക യുഗത്തിൽ നമ്മൾ വാങ്ങുന്നു. മറിച്ച് അത് തന്ത്രി അദ്ദേഹം തിടപ്പലയിൽ തയ്യാറാക്കി ഭഗവാന് നിവേദിച്ച അമൃത് തന്നെയാണ്. പായസഭക്ഷ്യം പീയൂഷം എന്ന് അയ്യപ്പ സുപ്രഭാതത്തിൽ പറയുന്നുണ്ട്. അപ്പോ അദ്ദേഹം അത് നിവേദിക്കുമ്പോൾ പഞ്ചപ്രാണനെ അതിൽ സന്നിവേശിപ്പിക്കുന്നുണ്ട്. ഓം പ്രാണായ സ്വാഹ ആ ആ, ഓം അപാനായ സ്വാഹ ആ ആ, ഓം വ്യാനായ സ്വാഹ ആ ആ, ഓം ഉദാനായ സ്വാഹ ആ ആ, ഓം സമാനായ സ്വാഹ ആ ആ ആ എന്നിങ്ങനെ പ്രാണൻ, അപാനം, വ്യാനം, ഉദാനം, സമാനം എന്ന പഞ്ചപ്രാണനെ ആ പായസഭക്ഷ്യത്തിൽ, ആ പീയൂഷത്തിൽ, ആ അരവണ പായസം സന്നിവേശിപ്പിച്ചുകൊണ്ട് അത് അമൃതമായി ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് മേൽശാന്തിക്കും സഹശാന്തിമാർക്കും കീഴ്ശാന്തിക്കും ഭക്ത കോടികൾക്കും നടത്തുമ്പോൾ ആ അമൃത് നമ്മൾ സ്വാംശീകരിക്കണം. അപ്പോൾ ആ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നീങ്ങുമ്പോൾ മാത്രമേ നമ്മൾ പരമപദത്തിന് തത്ത് ത്വം അസി അത് നീയാകുന്നു ഭഗവാനും ഭക്തനുമായിട്ടുള്ള തുല്യതയ്ക്കും അർഹരാകുന്നു. അത് 18-ാം പടിയോട് അനുബന്ധമായി ഞാൻ ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. സ്വാമിയേ ശരണമയ്യപ്പ. തീർച്ചയായിട്ടും ശ്രീ വിനോദ് കുമാർ, താങ്കൾ പറഞ്ഞതുപോലെ ശബരിമലയിലേക്ക് എത്തുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ കാരണങ്ങൾ ഉണ്ടാകും അവിടേക്ക് എന്തിനാണ് എത്തുന്നത് എന്നുള്ളത്.